വിശ്വാസിയുടെ ഏറ്റവും മൂർച്ചയുള്ള ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മുഅ്മിനിന്റെ ആയുധം പ്രാർത്ഥനയാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യമായി റബ്ബിനോട് ദുആ ചെയ്യണം. അതാണ് വിശ്വാസിയുടെ ആയുധം. അതാണ് വിശ്വാസുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അദബുകളൊക്കെ പാലിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന നിലയിൽ ദുആ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മല്ലം യദഉല്ലാഹ് ഗളിബല്ലാഹു അലൈഹി. ദുആ ചെയ്യാൻ മടി കാണിക്കുന്നവരാരാണോ, അല്ലാഹുവിനോട് ദുആ ചെയ്യാതെ മാറി നിൽക്കുന്നവരാരാണോ, ഗളിബല്ലാഹു അലൈഹി, അവരോട് അല്ലാഹുവിന് വെറുപ്പാണ്, അവരോട് അല്ലാഹുവിന് ദേഷ്യമാണ്, അവരുമായി റബ്ബ് കോപത്തിലാ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, നമ്മളോട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദ്യം വർദ്ധിപ്പിക്കുമ്പോൾ നമുക്ക് ദേഷ്യം പിടിക്കും. അത് എത്ര ഇഷ്ടപ്പെട്ടവരാണെങ്കിലും, ഇനി സ്വന്തം മക്കൾ തന്നെയാണെങ്കിലും, നമ്മളെ കയ്യിൽ ഉള്ളതാണ് ചോദിക്കുന്നതെങ്കിലും ആവർത്തിച്ച് ചോദിക്കുമ്പോൾ, ചോദിച്ച തന്നെ ചോദിക്കുമ്പോൾ, ചോദിച്ചിട്ട് കൊടുത്തു പിന്നെയും ചോദ്യം, അപ്പോഴൊക്കെ സ്വാഭാവികമായും നമുക്ക് ദേഷ്യം ഉണ്ടാവും, നമുക്ക് മടുക്കും. എന്നാൽ കാരുണ്യവാനായ റബ്ബ് അബ്ദിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത് പ്രാർത്ഥനയാണ്. അതാണ് മല്ലം യദഉല്ലാഹ ഗളിബല്ലാഹു അലൈഹി. ദുആ ചെയ്യാതെ മാറി നിൽക്കുന്നവർ നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ഉണ്ടാവും. അവർക്ക് അങ്ങനെ ദുആ ചെയ്യുന്ന സ്വഭാവമൊന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല. എപ്പോഴെങ്കിലൊക്കെ മജ്ലിസിൽ കൂടുമ്പോൾ ആരെങ്കിലുമൊക്കെ ദുആ ചെയ്യുമ്പോൾ അതിന് ഒന്നിരിക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ അമീൻ 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 എന്ന് പറയും എന്നല്ലാതെ സ്വന്തമായി റബ്ബിലേക്ക് സമർപ്പണം നടത്തി ദുആ ചെയ്യുന്ന സ്വഭാവം ചിന്തിച്ചു നോക്കൂ. നമ്മളിൽ തന്നെ പലർക്കും കുറവാണല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മഹത്വം കൂടാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്ന് പ്രാർത്ഥനയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ് ദുആ. മുഅ്മിനേ, ഇത് ശ്രദ്ധിക്കുക മുഅ്മിനേ, ഒരു അടിമക്ക് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ആദരവും ബഹുമാനവും ലഭിക്കുന്നത് ആ അടിമ കാര്യമായി ദുആ ചെയ്യുമ്പോഴാണ്. പടച്ചോനെ, അങ്ങനെ എപ്പോഴും ദുആ ചെയ്യുന്നൊരു മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ദുആ ചെയ്യുന്ന ഓരോ വ്യക്തിയും ആലോചിക്കണം, ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ റബ്ബിനോട് ചോദിച്ചത്, ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ അല്ലാഹു തരലാണ് ദുആന്റെ ഇജാബത്ത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ തെറ്റിദ്ധരിച്ചാൽ, അങ്ങനെ ഒരു ധാരണ വന്നു കഴിഞ്ഞാൽ നമുക്ക് നിരാശ വരാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെ ചിലര് നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ ഒരു വിഷയത്തിന് വേണ്ടി പല തവണ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ഒരു ഫലമൊന്നും കണ്ടില്ലല്ലോ എന്ന് നമ്മളിൽ തന്നെ പലപ്പോഴും തോന്നിയ ആളുകൾ ഉണ്ടാവാം. ഒരു പ്രയാസത്തിൽപ്പെട്ടു, ആത്മാർത്ഥമായി പടച്ചവനോട് ദുആ ചെയ്തു, ചില മജ്ലിസിലൊക്കെ ദുആ ചെയ്യിപ്പിച്ചു, വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോവാണ്, ആ പ്രയാസത്തിന് പരിഹാരം ഉണ്ടാവുന്നില്ല, ആ ബുദ്ധിമുട്ട് തീർന്നു കിട്ടുന്നില്ലെങ്കിൽ ഇബ്ലീസ് വന്നിട്ട് മനസ്സിൽ മന്ത്രിക്കും, അപ്പൊ അതുകൊണ്ടൊന്നും വലിയ കാര്യല്ലേ, എത്ര ദുആ ചെയ്തു, എത്ര ദുആ ചെയ്യിപ്പിച്ചു, എന്നിട്ട് എന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലല്ലോ, അപ്പൊ അതുകൊണ്ടൊന്നും വലിയ കാര്യല്ലേ. അങ്ങനെ ഒരു ചിന്ത ഒരു പക്ഷേ പിശാച് നമ്മളെ കൽബിലേക്ക് ഇട്ട് തരാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെയാണ്. എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ സഹോദരൻ, അയാൾ അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ പറഞ്ഞു. കഠിനമായ രോഗം, അതിനൊപ്പം ശക്തമായ കടവും. ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചാൽ എടുത്തു കൊടുക്കാൻ ചില്ലറല്ലാത്ത അവസ്ഥയാണ് ഉസ്താദേ. അത്രയും വലിയ പ്രയാസ. അതിനിടയിലാണ് പലതരത്തിലുള്ള രോഗങ്ങൾ എനിക്കും കുടുംബത്തിനും കുടുങ്ങിയിട്ടുണ്ട്. ആ സഹോദരനോട് ഞാൻ പറഞ്ഞു, സാരല്ല, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം. ഉടനെ അദ്ദേഹത്തിന്റെ മറുപടി, റബ്ബിനോട് ഇപ്പൊ ഇത് കുറെ കാലായല്ലോ പറയണത്, റബ്ബിനോട് ഇപ്പൊ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലായല്ലോ, ഇതുവരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. അതൊക്കെ വല്ലാത്ത ചില വാക്കുകളാ. പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ.
അപ്പൊ ചിന്തിക്കണം, ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് മുഅ്മിനെ, നബി സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബൂ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ, മാ മിൻ മുസ്ലിമിൻ യദഊ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിയതു റഹിമിൻ ഇല്ലാ അതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്. ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ 3 നിലക്കാണ് ഉണ്ടാവുക. അങ്ങനെ മാമിൻ മുസ്ലിമിൻ യദഊ ബിദഅവ, ഒരു വിശ്വാസിയതാ ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, ലൈസ ഫീഹാ ഇസ്മുൻ, ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ല അയാൾ ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, നാളെ എനിക്ക് മദ്യപിക്കണമെന്ന ആഗ്രഹമുണ്ട്, അതിനൊരവസരം ഒരുക്കി തരണേ, അങ്ങനെയുള്ള ദുആയല്ല. നാളെ എന്റെ ചുണ്ടിന്റെ അടിയിലേക്ക് ഹാൻസ് തിരുകണം, അതിനുള്ളൊരു ചാൻസ് ഉണ്ടാക്കി തരണമല്ലാ. നാളെ എനിക്കൊരു കളവ് നടത്തണം, അതിനുള്ള അവസരം അനുയോജ്യമായി വരണം. അതൊക്കെ ഒരു തെറ്റായ കാര്യങ്ങളല്ലേ? അങ്ങനെ തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല അയാൾ ദുആ ചെയ്യുന്നത്. വലാ ഖതിഅതു റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ച നിലയിലുള്ള ദുആവുമല്ല. അയാൾ ദുആ ചെയ്യുന്നുണ്ട്, ദുആന്റെ അദബുകളൊക്കെ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷേ അയാളുടെ കുടുംബവുമായി നല്ല നിലയിലല്ല. അയാളുടെ സഹോദരി സഹോദരന്മാരുമായി പിണക്കത്തിലാൻ, മാതാപിതാക്കളുമായി പിണക്കത്തിലാ, മക്കളുമായി പിണക്കത്തിലാ, തന്റെ ബാപ്പയുടെ ഉമ്മയുടെ സഹോദരി സഹോദരന്മാരുമായി പിണക്കത്തിലാ. അങ്ങനെ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്ന മനുഷ്യനാണ് ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നതെങ്കിൽ എത്ര അയാൾ ദുആ ചെയ്തിട്ടും കാര്യമില്ല, യാതൊരു തരത്തിലുള്ള ഇജാബത്തും അയാൾക്ക് ലഭ്യമല്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സറിന് പറഞ്ഞേക്ക് എന്താണെന്നറിയോ? കൃത്യമായി നിസ്കരിക്കുന്ന ചില മനുഷ്യരുണ്ടാവും, കൃത്യമായി ഖുർആൻ ഓതുന്ന ചില ആളുകൾ ഉണ്ടാവും, കഴിവിന്റെ പരമാവധി ദാനധർമ്മങ്ങളൊക്കെ ചെയ്യും, സുന്നത്തായ നോമ്പുകൾ ഉൾപ്പെടെ നോമ്പിന്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ശൈത്താൻ കൊല്ലിക്ക് പിടിച്ചിട്ടുണ്ടാവും. എന്താണ് ശൈത്താന്റെ കൊല്ലിക്കുള്ള പിടുത്തം? ഇതൊക്കെ ഇവനെ കൊണ്ട് ചെയ്യിക്കും. പക്ഷേ എന്താ വിഷയം എന്നറിയോ? ഇവന്റെ കുടുംബത്തിൽ വേണ്ടപ്പെട്ട ആരോടെങ്കിലും തെറ്റി നടക്കായിരിക്കും. എന്തോ ചില വിഷയങ്ങൾ ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഷണ്ട കൂടി, പിന്നെ മിണ്ടാട്ടല്ല, അതാ കുടുംബ ബന്ധം മുറിഞ്ഞു പോയി. ഇനി എത്ര ദുആ ചെയ്തിട്ടെന്താ? ഇനി എത്ര നിസ്കരിച്ചിട്ടെന്താ? ഇനി എത്ര നോമ്പെടുത്തിട്ടെന്താ? ഇനി എത്ര വിശുദ്ധ ഖുർആൻ ഓതിയിട്ടെന്താ? അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണമേ അല്ലാ. കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നതിനെ തൊട്ട് അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് കാവൽ നൽകണമേ അല്ലാ. മുഅ്മിനേ, ഇത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നീ നിസ്കരിച്ചിട്ട് കാര്യല്ല, അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയിട്ട് കാര്യല്ല, അള്ളാഹു അത് സ്വീകരിക്കൂല. നവൈതു സൗമഗദ് എന്ന് പറഞ്ഞ് പട്ടിണി കിടന്നിട്ട് കാര്യല്ല, അള്ളാഹു സ്വീകരിക്കൂല. ദുആവും അള്ളാഹു സ്വീകരിക്കൂല. അതാ മുത്ത് റസൂൽ പറയുന്നത്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവ, ഒരു വിശ്വാസി ദുആ ചെയ്യുന്നു, ലൈസ ഫീഹാ ഇസ്മുൻ, തെറ്റായ കാര്യത്തിന് വേണ്ടിയല്ല ദുആ ചെയ്യുന്നത്, വലാ ഖതിഅതു റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ച നിലയിലുള്ള ദുആവുമല്ല. എന്നാൽ എന്റെ മുഅ്മിനെ ഇല്ലാ അതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസ്, ആ ദുആക്ക് 3-4 രൂപത്തിൽ അല്ലാഹു ഇലാഹായ റബ്ബ് ഇജാബത്ത് നൽകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3-4 രൂപത്തിൽ ഇജാബത്ത് നൽകുമെന്നല്ലേ പറഞ്ഞത്? ഇമ്മാ അയ്യു അജ്ജല ലഹു ദഅവതഹു, ഒന്നാമത്തെ രീതി ഏതെന്നറിയുമോ? ഇലാഹായ റബ്ബിനോട് എന്താണോ അയാൾ ചോദിച്ചത്, ആ ചോദിച്ച കാര്യം അങ്ങനെ തന്നെ നൽകലാൻ. 3-4 രൂപത്തിലാണ് അല്ലാഹു ദുആക്ക് ഇജാബത്ത് നൽകുന്നത്. അതിന്റെ ഒരു രൂപം എന്താണോ റബ്ബിനോട് ചോദിച്ചത് അത് കൊടുക്കും.
ചിലപ്പോ അത് അപ്പ തന്നെ കൊടുക്കും, അല്ലെങ്കിലോ കുറച്ച് പിന്തിച്ചിട്ട് കൊടുക്കും, അല്ലെങ്കിലോ കുറെ പിന്തിച്ചിട്ട് കൊടുക്കും. ഏതായാലും ചോദിച്ചത് കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് കൊടുക്കുന്ന അവസരമുണ്ട്, കുറച്ച് വഴുകിയിട്ട് കൊടുക്കുന്നതുണ്ട്, വല്ലാതെ വഴുകിയിട്ട് കൊടുക്കുന്നതുണ്ട്. ഇത് മൂന്നും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആക്കൻ ഉണ്ടായിട്ടുണ്ടല്ലോ. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തപ്പോൾ ഉരുളക്കുപ്പേരി പോലെ ഇജാബത്ത് കിട്ടിയിട്ടില്ലേ? ഉണ്ടല്ലോ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാൻ. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ ഖുത്ബ നിർവഹിക്കുകയാണ്. പെട്ടെന്ന് അറാബിയായ ഒരാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ വിളിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളൊന്ന് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണേ നബിയേ, ഞങ്ങൾ വല്ലാത്ത വിഷമത്തിലാ. കുടിക്കാൻ വെള്ളമില്ല നബിയേ, കുളിക്കാൻ വെള്ളമില്ല നബിയേ, ദാഹിച്ചു വരണ്ട് പ്രയാസപ്പെടുകയാണ് നബിയേ, നാട്ടിലാകെ വല്ലാത്ത പ്രതിസന്ധിയാ, ആടുമാടുകൾ ചത്തുപോവുകയാണ്. അതുകൊണ്ട് ഇലാഹായ റബ്ബിനോട് മഴയ്ക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യേണ്ടതാ. ഫറഫഅ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി ഇലസ്സമാ. ആ മിമ്പറിൽ വെച്ച് തന്നെ ഹബീബായ നബി തങ്ങൾ കരങ്ങൾ ഉയർത്തുകയാണ്, ഇലാഹായ റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീആ വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. അല്ലാഹുവേ, റാഹത്തുള്ള മഴ വേണം പടച്ചോനെ, കുടുങ്ങിയിട്ടുണ്ട്, മനുഷ്യരും മൃഗങ്ങളും വിഷമത്തില്ല, നീ ഞങ്ങളെ നിരാശയിലാക്കരുത് പടച്ചോനെ. ദുആ അങ്ങട്ട് കഴിഞ്ഞില്ല, അപ്പോഴത്തേക്ക് കാർമേഘം ഉരുണ്ടുകൂടി. കാർമേഘം ഉരുണ്ടുകൂടി അതിശക്തമായ മഴ വർഷിക്കാൻ ആരംഭിച്ചു. ഈ തപ്പന ഓലകൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ മസ്ജിദല്ലേ, അതിനിടയിലൂടെ വെള്ളമിങ്ങനെ ഉറ്റി വീഴാൻ തുടങ്ങി. അത് ഉറ്റി വീണല്ലോ അലാ ഹബ്ബി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ദുആ ചെയ്തങ്ങ് തീരേണ്ട താമസം അതിശക്തമായ പേമാരി പെയ്തിറങ്ങുകയാണ്. ഹബീബായ നബിയുടെ താടിരോമങ്ങൾ നനയുകയാണ്. ദുആ ചെയ്തു, അപ്പ തന്നെ ഇജാബത്ത് കിട്ടി. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ഉമ്മ മുശ്രിക്കായ സമയത്ത് ഇടക്കിടക്ക് ഉമ്മയെ ഞാൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. അപ്പൊ എന്നോട് പറയും, അബൂ ഹുറൈറ, ഞാൻ വരാം, ഞാൻ വിശ്വസിക്കാം, ഞാൻ മുത്തുനബിയെ കുറിച്ച് നല്ല നല്ല വർത്തമാനങ്ങൾ ഉമ്മയോട് പറയും. ഉമ്മ അതൊക്കെ കേട്ടിരിക്കും, ചിലപ്പോൾ ഒന്ന് പുഞ്ചിരിക്കും. അബൂ ഹുറൈറ, അല്പ സാവകാശം തരൂ, ഞാൻ വിശ്വസിക്കാമെന്ന് ഉമ്മ പറയും. അങ്ങനെ പതിവ് പോലെ ഞാൻ ഒരു ദിവസം എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അക്റഹു. അന്ന് ഞാൻ ഒരിക്കലും മുത്തുനബിയെ കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ചില വാക്കുകൾ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. എനിക്ക് വലിയ സങ്കടമായി. സാധാരണ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോ ഉമ്മ നല്ല നിലക്കുള്ള പ്രതികരണമാണ് ഉണ്ടാവാറ്. അന്ന് ഞാൻ വിളിച്ചപ്പോൾ അസ്മഅത്നി ഫീ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ അക്റഹു, എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന മുത്തുനബിയെ കുറിച്ച് ഒരിക്കലും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ചില വാക്കുകൾ എന്റെ ഉമ്മ എന്നോട് പറഞ്ഞു. ഞാൻ വേഗം കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ഹളറത്തിലേക്ക് ചെന്നു. നബിയോട് ഞാൻ പറഞ്ഞു, നബിയെ, സാധാരണ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാറുണ്ട്, നല്ല നിലയിലുള്ള പ്രതികരണമാണ് ഉണ്ടാകാറ്. ഇന്ന് ഞാൻ എന്റെ ഉമ്മയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോൾ അസ്മഅത്നി ഫീക മാ അക്റഹു യാ റസൂലല്ലാഹ്, അങ്ങയുടെ കാര്യത്തിൽ പൊന്നു നബിയെ എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില വാക്കുകളാണ് ഉമ്മയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കങ്ങയോട് പറയാനുള്ളത്, പൊന്നാര നബിയെ, ഉദുല്ലാഹ അൻ യഹ്ദിയ ഉമ്മ അബീ ഹുറൈറ, എത്രയും പെട്ടെന്ന് അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് അല്ലാഹു ഹിദായത്ത് കൊടുക്കണം. അതിനായി നിങ്ങളൊന്ന് ദുആ ചെയ്യണം. എന്റെ ഉമ്മാക്ക് ഹിദായത്ത് കിട്ടണം നബിയെ.
എന്റെ ഉമ്മ വിശ്വസിക്കാതിരുന്നാൽ, ഇനി എങ്ങാനും അങ്ങയെക്കുറിച്ച് ഈ രൂപത്തിൽ പറഞ്ഞാൽ പിന്നെ ഉമ്മയാണെന്ന് ഞാൻ നോക്കുകയില്ല, എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല നബിയേ. അത് പിന്നെ വലിയ സങ്കടാവും. അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യണം. മുത്തുനബി കൈയുയർത്തി ദുആ ചെയ്തു, അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ, അല്ലാഹുമ്മഹ്ദി ഉമ്മ അബീ ഹുറൈറ. അല്ലാഹ് അബൂ ഹുറൈറയുടെ ഉമ്മാക്ക് ഹിദായത്ത് കൊടുക്കണേ ദുആ ചെയ്തു. ഞാൻ വലിയ സന്തോഷത്തോടെ 3 തവണ ആവർത്തിച്ച് മുത്തുനബി ദുആ ചെയ്തതല്ലേ, ഞാൻ വീട്ടിലേക്ക് ചെന്നോക്കുമ്പോ വാതിലുള്ളെന്ന് കുറ്റിട്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചു നോക്കി, അപ്പൊ ഉമ്മ കുളിയിലാണ്. ഞാൻ എന്റെ ഉമ്മയെ വിളിച്ചു. ഉമ്മ ബാത്റൂമിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കാനക്കയാ അബൂ ഹുറൈറ, അബൂ ഹുറൈറ അവിടെ നിൽക്കേ, ഞാൻ ഇപ്പോൾ വരാം. എന്റെ ഉമ്മ പെട്ടെന്ന് കുളിച്ചു, നല്ല വസ്ത്രങ്ങൾ ധരിച്ചു, വന്നിട്ട് വാതിൽ തുറന്നു, എന്നോട് വിളിച്ചു പറഞ്ഞു, അബൂ ഹുറൈറ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്റെ ഉമ്മ ഷഹാദത്ത് കലിമ ഉച്ചരിച്ചു, എന്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ ഓടിച്ചെന്നു മുഹമ്മദ് മുസ്തഫ. മനോടൊന്നും പറയാൻ നിന്നില്ല, വേഗം ഫഖ്റജ്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅന അബ്കി. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ മുത്ത് റസൂലിന്റെ അടുത്തേക്ക് ചെന്നു. സന്തോഷം കൊണ്ടുള്ള കരച്ചില. മുത്തുനബിയേ, അങ്ങയുടെ ദുആ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു, അബൂ ഹുറൈറയുടെ ഉമ്മ മുസ്ലിമായിരിക്കുന്നു എന്ന സന്തോഷം മുത്ത് മുഹമ്മദ് മുസ്തഫ. അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. പക്ഷെ ഇത് ചിന്തിക്കുന്ന, ഇത് കേട്ട, ഇതറിഞ്ഞ നമ്മൾ ആലോചിക്കണം, ഈ നബിതങ്ങൾ തന്നെ കണ്ണീരോടുകൂടെ നിസ്കാരത്തിന് ശേഷം മളലൂമായ നിലയിൽ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തിട്ട് കൊല്ലങ്ങളോളം ഇജാബത്ത് അല്ലാഹു പിന്തിച്ചിട്ടുണ്ട്. അതും നമ്മൾ ചിന്തിക്കണം. ഇജാബത്ത് കൊടുത്തില്ലേ? കൊടുത്തു. ചോദിച്ച കാര്യം തന്നെയാണോ കൊടുത്തത്? ചോദിച്ച തന്നെ കൊടുത്തത്. പക്ഷേ വല്ലാതെ വഴുകി കൊല്ലങ്ങളോളം പിന്തിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മുത്തുനബി ഒരിക്കൽ കഅബാലയത്തിന്റെ അടുത്ത് നിസ്കരിക്കാൻ നിന്നു. ഹബീബായ നബി തങ്ങൾ നിസ്കാരം തുടങ്ങി. വജംഉൻ മിനൽ ഖുറൈശ് ഫീ മജാലിസിഹിം, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം കഅബാലയത്തിന്റെ പരിസരത്തിരിക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ നിസ്കാരം തുടങ്ങിയപ്പോൾ അവര് പിറുപിറുക്കാൻ തുടങ്ങി, ഹബീബിനെ പരിഹസിക്കാൻ തുടങ്ങി. ചിലര് പറയുക തന്നെ ചെയ്തു, ഇവനോട് നമ്മൾ പറഞ്ഞതല്ലേ ഈ പരസ്യ നിസ്കാരം ഉപേക്ഷിക്കണമെന്ന്, ഇന്നത്തോടുകൂടെ ഇത് അവസാനിപ്പിക്കണം. എന്താ ചെയ്യ? കൂട്ടത്തിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചു, നമ്മുടെ ഇന്നാലിന്ന ഗോത്രത്തിലെ ആ വലിയ ഒട്ടകത്തെ കഴിഞ്ഞ ദിവസം അറുത്തിട്ടുണ്ടല്ലോ, അതിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലയും അതിന്റെ കൊടലും അതിന്റെ ബോട്ടിയുമൊക്കെ കുറച്ച് ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ കൊണ്ടുവരണം. ഇവൻ സുജൂദിലേക്ക് പോകുമ്പോൾ അവന്റെ പിരടിയിലിടണം. ആരാ നിങ്ങളുടെ കൂട്ടത്തിൽ തയ്യാറുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും വലിയ പരാജിതനായ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ഏറ്റു, അത് കൊണ്ടുവരാൻ ഞാൻ ശ്രമം നടത്താം, എന്റെ കൂടെ നിങ്ങളൊന്ന് സഹായത്തിനുണ്ടായാൽ മതി. അവൻ പോയി സംഘടിച്ചു, കൊണ്ടുവന്നു. ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദിലേക്ക് പോയപ്പോൾ ഒന്നായിട്ട് പെരടിയിലേക്ക് ഇട്ടു. എന്നിട്ട് അവരെന്ത് ചെയ്തു എന്നറിയോ? ചിരിക്കാൻ തുടങ്ങി. അവരെ പരസ്പരം ചിരിക്കാൻ തുടങ്ങി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫളഹികൂ ഹത്താ മാല ബഅ്ളുഹും മിനാ ബഅ്ളിൻ മിനൽ ലഹ്ക്. ചിരി അടക്കാൻ കഴിയാതെ അവര് ചിലരിലേക്ക് അങ്ങ് ചാഞ്ഞു പോയി. കൂട്ടത്തിൽ മുഅ്മിനെ മുത്ത് റസൂൽ വല്ലാത്ത വിഷമത്തില, ഇവരങ്ങനെ സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന സഹാബികളിൽ ഒരാൾ ഫാത്തിമ ബിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഫാത്തിമ, ബാപ്പ സുജൂദിൽ കിടക്കാണ്, തലയിലോക ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയിട്ടിരിക്കുന്നു.
അന്ന് ഫാത്തിമ ബി ചെറിയ കുട്ടിയാ, കരഞ്ഞുകൊണ്ട് കഅബാലയത്തിന്റെ അടുത്തേക്ക് ഓടി വന്നു. ആവുന്നത് പോലെ ഇതൊക്കെ എടുത്തു മാറ്റി. അങ്ങനെ മുത്ത് റസൂൽ നിസ്കാരത്തിലെ സുജൂദിൽ നിന്ന് തല ഉയർത്തി സലാം വീട്ടി അള്ളാഹുവിലേക്ക് അങ്ങോട്ട് കരങ്ങൾ ഉയർത്തി. എന്നിട്ട് ഇങ്ങനെ ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബിഖുറൈശ്. അല്ലാഹുവേ, ഈ ഖുറൈശികളെ കൊണ്ട് ഞാൻ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്നു. അവരെ നീ ഒന്ന് അടക്കണമേ അല്ലാ, അവരുടെ ശർറിൽ നിന്ന് കാവൽ നൽകണമേ അല്ലാ. സുമ്മ സമ്മ, എന്നിട്ട് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും പേര് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അലൈക ബി അംർ ഇബ്നു ഹിശാം, അല്ലാഹുവേ അംർ ഇബ്നു ഹിശാമിനെ കൊണ്ട് അഥവാ അബൂ ജഹലിനെ കൊണ്ട് ഞാൻ പ്രയാസത്തിലാ, അവനെ നീ അടക്കണമേ അല്ലാഹ്. വഉത്ബത്ത് ഇബ്നു റബീഅ വശൈബത്ത് ഇബ്നു റബീഅ വൽ വലീദ് ഇബ്നുൽ മുഗീറ വഉമയ്യത്ത് ഇബ്നു ഖലഫ് വഉഖബത്ത് ഇബ്നു അബീ മുഐസ് വഅമ്മാർ ഇബ്നുൽ വലീദ്. ഇവരുടെയൊക്കെ പേരങ്ങട്ട് പറഞ്ഞ് സങ്കടത്തോടുകൂടെ ദുആ ചെയ്തു മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ദുആ ചെയ്യണത് ഒന്ന് നിസ്കാരത്തിന്റെ ശേഷം. നിസ്കാരത്തിന് ശേഷമുള്ള ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ കഅബാലയത്തിന്റെ തൊട്ടടുത്ത് വെച്ചുള്ള ദുആയാണ്. മാ കാന അലാ വജ്ഹിൽ അർളി ബൽദത്തുൻ യുസ്തജാബു ഫീഹ ദുആ ഫീ 15 മൗളിഅ ഇല്ലാ മക്കത്തൽ മുകറമ. ലോകത്ത് 15 കേന്ദ്രങ്ങളിൽ ദുആക്ക് ഇജാബത്തുള്ള ഒരേ ഒരു ഖറിയ, ഒരേ ഒരു നാട് മക്കയാണ്. ആ 15 കേന്ദ്രങ്ങളിൽ ഏകദേശം സ്ഥലങ്ങളും കഅബാലയത്തിന്റെ തൊട്ടടുത്താണ്. ഒന്ന്, ഹജറുൽ അസ്വദിന്റെ അടുക്കൽ ദുആക്ക് ഇജാബത്തുണ്ട്. കഅബാലയത്തിന്റെ വാതിലിന്റെ അടുക്കൽ ദുആക്ക് ഇജാബത്തുണ്ട്. വാതിലിന്റെയും ആ പരിശുദ്ധമായ ഹജറുൽ അസ്വദിന്റെയും ഇടയിലുള്ള സ്ഥലം മുൽതസം, അവിടെ ദുആക്ക് പ്രത്യേക ഇജാബത്തുണ്ട്. റുക്നുൽ യമാനിയിൽ, റുക്നു ഷാമിയിൽ ദുആക്ക് ഇജാബത്തുണ്ട്. അതിനിടയിലുള്ള ആ ഹിജ്ർ ഇസ്മായിൽ കഅബാലയത്തിന്റെ ഉള്ളാണ്, പ്രത്യേകമായി ദുആക്ക് ഇജാബത്തുണ്ട്. മീസാബ് സ്വർണ്ണപ്പാത്തി, അതിന്റെ താഴ്ഭാഗത്ത് ഇജാബത്തുണ്ട്. തൊട്ടടുത്തുള്ള മഖാം ഇബ്രാഹിം, അതിന്റെ അടുക്കൽ ഇജാബത്തുണ്ട്. അതിനിടയിലുള്ള സ്ഥലത്ത് ഇജാബത്തുണ്ട്. അതിന്റെ ചാരത്ത് നിന്നാണ് കണ്ണീരോടുകൂടെ മുത്ത് മുഹമ്മദ് മുസ്തഫ. ആ അടിമ വലിയ റാഹത്തിലാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ നമ്മൾ ദുആ ചെയ്താലും അതിന് എന്തെങ്കിലും ഒരു ഫലം നമുക്ക് കിട്ടും. മൂന്നാമത്തെ കാര്യം ഹബീബ് പറയുന്നുണ്ട്, വ ഇമ്മാ അയസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ. അവൻ അല്ലാഹുവിനോടൊരു കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ആ കാര്യം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്നില്ലെങ്കിലും അതിനേക്കാൾ അവനെ ഏറെ പ്രയാസപ്പെടുത്തുന്ന ഏതെങ്കിലും ചില പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു അവനെ രക്ഷപ്പെടുത്തുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ അള്ളാഹിനോട് ഖൈറായ ഒരു വീടിന് വേണ്ടിയാ ദുആ ചെയ്തത്, അല്ലെ സാമ്പത്തിക ശേഷിക്ക് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടിയാ ദുആ ചെയ്തത്. അതൊന്നും പെട്ടെന്ന് കിട്ടുന്നത് കാണുന്നില്ല. പിന്നെയോ എന്നാൽ അള്ളാഹു ഒരു പക്ഷേ അവനെ കണക്കാക്കിയ വലിയ ആപത്തുകൾ ഉണ്ടാകും. ഈ ദുആന്റെ ഫലമായി ആ ആപത്തുകൾ അള്ളാഹു തട്ടി മാറ്റും, നീക്കിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷെ നമ്മളൊക്കെ ചിന്തിച്ചു പോകാം, ഈ പല ഘട്ടങ്ങളിലും ലോകത്ത് പല വിഷയങ്ങൾക്ക് വേണ്ടിയും ആഴ്ചതോറും വെള്ളിയാഴ്ചകളിലൊക്കെ പള്ളികളിൽ ദുആ നടക്കും. എന്നിട്ടും പിന്നെ എന്തേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. കാര്യമായി ലോകത്തെല്ലാ കേന്ദ്രങ്ങളിലും ദുആ നടക്കുന്നുണ്ട്, രാജ്യത്തെ എല്ലാ മസ്ജിദുകളിലും ദുആ നടക്കുന്നുണ്ട്. എന്നിട്ടും അതിൻ്റെ ഒരു ഇജാബത്ത് അങ്ങ് കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അങ്ങനെ ചിന്തിക്കണ്ട. അള്ളാഹു ഇജാബത്ത് ഏത് രൂപത്തിലാ തരാന്ന് നമുക്ക് പറയാൻ കഴിയൂല. എന്താണെങ്കിലും ദുആന്റെ വിഷയത്തിൽ നിരാശരാവരുത്. ദുആ പരമാവധി വർദ്ധിപ്പിക്കണം.
ഇലാഹായ റബ്ബിനോട് ഏറ്റവും കൂടുതൽ ദുആ ചെയ്യുന്നതാരാണോ അവരോട് അല്ലാഹുവിന് ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ മുഅ്മിനെ, ദുആ ഏറ്റവും അനിവാര്യമായ ഒരു സമയത്തിലാണ് നാം. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുത്ത് റസൂൽ പറഞ്ഞ ചില കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞതല്ലേ, യൂഷിക്കുൽ ഉമമു അൻ തദാ അലൈക്കും കമാ തദാൽ ലകലതു ഇലാ ഖസഅതിഹാ. വിഭവസമൃദ്ധമായ ഒരു തീന്മേശയ്ക്കു ചുറ്റുമുള്ള തീറ്റക്കാർ ആ തീന്മേശയിലെ വിഭവങ്ങൾ അകത്താക്കാനായി മേശയിലേക്ക് കൈനീട്ടുന്നത് പോലെ എന്റെ ഉമ്മത്തിലേക്ക് മറ്റുള്ളവരിൽ നിന്ന് ആക്രമണങ്ങളുടെ കൈകൾ നീളുന്ന ഒരു കാലഘട്ടം വരാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ.